നേച്ചർ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന അന്താരാഷ്ട്ര സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ് നമ്മളിവിടെ നടത്തുന്നത്. അപ്പോൾ നേച്ചർ ക്ലബിലെ മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്. നമ്മൾ 3 ടീമായിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ടീം വേസ്റ്റ് കളക്ഷൻ ടീമാണ്, ഒരു ടീം സാൻഡായിട്ട് ടീമാണ്. അപ്പം ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലൂടെ നമ്മൾ സന്ദേശം നൽകാൻ ആഗ്രഹിക്കുകയാണ്, എസ്പെഷ്യലി കേരളത്തിലെ ജനങ്ങൾക്ക്. അതായത് നമ്മളായിട്ട് സൃഷ്ടിക്കുന്ന ഒരുപാട് മാലിന്യങ്ങൾ നമുക്ക് ഈ പ്രദേശങ്ങൾക്ക് കാണാം. നമ്മുടെ വലിച്ചെറിയൽ സംസ്കാരം എങ്ങനെ നമുക്ക് നിർത്താൻ പറ്റും, അതിലൂടെ എങ്ങനെ നമുക്ക് നമ്മുടെ തീരദേശത്തെയും അതേപോലെ കടലിനെ സ്നേഹിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നത്തെ വേൾഡ് ഓഷൻ ഡേ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു മുമ്പോട്ടുള്ള ഈ ഒരു ഒബ്സർവേഷൻ പറഞ്ഞ് മനസ്സിലാക്കാനും അതിനകത്ത് നടക്കുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാൻ നമ്മളോടൊപ്പം വേറെ കുറേ വ്ളോഗേഴ്സ് ഉണ്ട് എന്നോടൊപ്പം. നമ്മളിവിടെ മഞ്ജരിയുണ്ട്, മാളവികയുണ്ട്, കാതറിൻ ഉണ്ട്. ആൻഡ് ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ നേച്ചർ ക്ലബിൻ്റെ യങ് റിപ്പോർട്ടേഴ്സ് ആയിരിക്കും നിങ്ങളുമായിട്ട് സംവാദിക്കുന്നത്. സോ സ്റ്റേ ട്യൂൺ. ഹലോ, ഞാൻ മഞ്ജരിയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ബാക്കി സ്റ്റുഡൻസ് ഇപ്പോൾ ഇവിടെയുണ്ട്. അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ജോയ്സ് ആണ്. ജോയ്സ്, ശിവാനി, സോജ, അക്ഷയ ഇവരിവിടെ ഷെല്ല് പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഈ ഷെല്ല് പെറുക്കിക്കൊണ്ടിരിക്കുന്നത്? സാൻഡ് ആർട്ട് ഡെക്കറേറ്റ് ചെയ്യാനാണ് ഇവിടെ. അവിടെയാണ് സാൻഡ് ആർട്ട് വയ്ക്കുന്നത്. സാൻഡ് ആർട്ട് ഡെക്കറേറ്റ് ചെയ്യാനാണ് ഇവിടെ ഷെല്ല് പെറുക്കിക്കൊണ്ടിരിക്കുന്നത് പറയുന്നു. പിന്നെ നിങ്ങൾ പ്ലാസ്റ്റിക് ബാഗ് didn't care that we weren't meant to be. You were mine, I was yours. Take me back once more. അപ്പോൾ ഈ ഫോട്ടോ ചെയ്തിട്ട് നിങ്ങൾ ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഏജൻസി എന്നിട്ട് തമിഴ്നാട്ടിലേക്കാണെന്ന് തോന്നുന്നത്. തമിഴ്നാട്ടിൽ അതിൻ്റെ മിഷനൊക്കെ ഉണ്ട്. അവരവിടെ അത് വീണ്ടും റീസൈക്കിൾ ചെയ്യോ? റീസൈക്കിൾ ചെയ്യേണ്ടത് എണ്ണയുടെയും മറ്റേ ഇതും പാൽ കവറും. പിന്നെ അത് നമുക്ക് ഇവിടെ ഉപേക്ഷിച്ച് ഈ കടക്കാനാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, കടക്കാരൊക്കെ കൃത്യമായിട്ട് തരാറാണ്. അപ്പൊ പിന്നെ പാൽ കവർക്ക് എങ്ങനെ ഇവിടെ വരുന്നത്? അവര് ഇടുന്നതാണോ കാര്യമായിട്ട് തരാറുണ്ട്. തരുന്നുണ്ട്. പിന്നെ അപ്പൊ അങ്ങോട്ട് അങ്ങോട്ട് മാറുമ്പോൾ പോകുന്നതായിരിക്കും. Hang out the whole next day, laughing, having fun. Summer love, you have no idea what you did to me. Summer love, didn't care that we weren't meant to be. വൺ ടൈം യൂസ് പെന്നാണ് നമ്മളെല്ലാം മത്സരം പാടില്ല. ഫൗണ്ടൻ പെൻ ഉപയോഗിക്കുക, അതേപോലെ തന്നെ പേപ്പർ പെൻ ഉപയോഗിക്കുക. ഇതൊക്കെയാണ് നമ്മൾ നൽകിയ സന്ദേശം. നമ്മളെല്ലാം വലിച്ചെറിയണം അശ്രദ്ധമായി. ഓക്കെ, സാർ ആ ബ്രഷ് ഒന്ന് ഇതുണ്ടോ ബ്രഷ്? ഇതെല്ലാം നമ്മൾ പല്ല് തേച്ചിട്ട് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്തിരുന്നെങ്കിൽ ഇത് ഇവിടെ നിന്ന് വരത്തില്ലായിരുന്നു. എന്തായാലും കടലിൽ വന്നാൽ പല്ല് തേക്കത്തില്ലല്ലോ, ഇല്ല. അപ്പോൾ നമ്മളിതൊക്കെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം. അതാണ് പറഞ്ഞത്. എത്രയോ വേസ്റ്റാണ് നമ്മൾ കടലിൽ ഇതവിടെ കൊണ്ടിട്ടു.
അടുത്ത നമുക്ക് നോക്കാം ബാ Come on. ഇനി അടുത്ത നമുക്ക് സാൻഡാറ്റിലേക്ക് കിടക്കാം നമ്മളിവിടെ ഓഷ്യൻ ഡേയുടെ ഭാഗമായിട്ട് സാൻഡ് ആർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഷെല്ല് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ അവയർനെസ്സിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ എന്താണ് സാൻഡ് ആർട്ടിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്? എന്താ ഒരു സാൻഡ് ആർട്ട് എന്തൊരു ഐഡിയ എന്താണ് സാൻഡ് ആർട്ടിനെ കുറിച്ചുള്ളത്? സാൻഡ് ആർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഓൾറെഡി സാൻഡ് അവൈലബിൾ ആണ്, നമുക്ക് എടുത്തുകൊണ്ട് വരണ്ട. അപ്പം നമ്മുടെ ഇവിടെ ഉള്ള അവൈലബിൾ റിസോഴ്സസ് വെച്ചിട്ട് നമ്മളൊരു അവയർനെസ് ജനങ്ങളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്.